ഇത് സോളാറിൻ്റെ പണിയാണ്. 3 നിലയുടെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. റൂഫിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. ഈ വെച്ചേക്കുന്നതെല്ലാം ലെഗാണ്. ഈ വലുത് വന്നിട്ട് നമ്മുടെ ഹാൻഡ്, ചെറുതിൻ്റെ മുകളിലാണ് ഈ ലാറ്റസ് അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ 3 പർലിങ് വരും. അതിൻ്റെ മുകളിലാണ് പാനൽ കാര്യങ്ങളൊക്കെ വരിക. ഇതൊക്കെ നമ്മൾ വേനൽക്കാലത്ത് ചെയ്ത പണികളാണ്. പിന്നെ ഇത് ലാൻഡിങ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ, എപ്പോഴും കയറി നടക്കാനല്ല, ഇത് ക്ലീൻ ചെയ്യാനും ബാക്കി ഇതിൻ്റെ പണി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും ഹൈറ്റിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് റെയിൽ കാര്യങ്ങൾ, ലാൻഡിങ് നടക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇതൊക്കെ ഇത് മെയിൻ ഈ ഷീറ്റ് റൂഫ് ഇട്ടതിൻ്റെ അതിൽ തന്നെയാണ് നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നല്ല ബലത്തിൽ തന്നെയാണ് വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കാല് കൊടുത്തിട്ടുള്ള ഷീറ്റ് ഹോൾ ചെയ്തിട്ടാണ്, അതിൽ സിലിക്കോണാണ് നമ്മൾ ഇട്ട് കവർ ചെയ്തിട്ട് ലീക്ക് അടയ്ക്കുന്നത്. ഇതാണ് സ്ട്രക്ചർ അടിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിക്കാനുണ്ട്. അത് നമ്മുടെ ചങ്കാണ്. പണിയൊക്കെ ഏകദേശം സെറ്റായി ടൂൾസ് പാക്ക് ചെയ്യുന്നതാണ്. ബാക്കി ഇപ്പോൾ പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ട്. നമുക്ക് ഇറങ്ങാനുള്ള ഏണി, ബാക്കി നടക്കാനുള്ള ലാൻഡിങ് കാര്യങ്ങളാണ്. ഇപ്പുറത്തെ വശത്ത് ആ അറ്റം വരെ നമുക്ക് നടന്നു പോവാം. പിന്നെ ഇത് അറിയാവുന്ന ആൾക്കാർ മാത്രമേ നടക്കുള്ളൂ, അല്ലാത്ത എല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറില്ല. പിന്നെ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ പാനൽ വരും. നമ്മുടെ ലാൻഡിങ് വന്നിട്ട് 3/4 കനം കൂടിയ പൈപ്പ് തന്നെയാണ്. ഇതെല്ലാം നല്ല പൈപ്പുകളാണ്. ഒക്കെ അപ്പോഴോടെ KG കൂടിയ കനം കൂടിയ പൈപ്പുകളാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ ഒരു 20, 25, 30 കൊല്ലത്തിൻ്റെ വാറണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് എല്ലാത്തിനും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രക്ചറാണ് ഇത്. നമ്മൾ പാനൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്. അതവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് പാനൽ ഫിറ്റ് ചെയ്ത് ക്ലാമ്പ് അടിച്ച്, ക്ലാമ്പ് നമ്മൾ ബോൾട്ട് ചെയ്ത് വെക്കുന്നതാണ്. എല്ലാം സെറ്റാക്കി വെച്ചതാണ്. പെയിൻറ്റിങ് അടക്കം കഴിഞ്ഞ് ഫുള്ള് പണിയും കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഇലക്ട്രീഷ്യൻ പണി മാത്രമേ ബാക്കിയുള്ളൂ.